ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നാളെ അവിടെ ഉണ്ടാവും അറിയാൻ പറ്റില്ല. അപ്പം അത്രേ ഉള്ളൂ നമ്മൾ. വാത്സല്യത്തിലെ കുഞ്ഞമ്മാമയുടെ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള ചിരിയെക്കുറിച്ച് പറയുമ്പോൾ നവാസിൻ്റെ മിഴികൾ പലപ്പോഴും നനയുമായിരുന്നു. കുഞ്ഞമ്മാമയുടെ മക്കളായ നവാസും നിയാസും പക്ഷേ മലയാളത്തിൻ്റെ വെള്ളിത്തിരയിലും മിനി സ്ക്രീനിലും ഉയർത്തിയത് മുഴുവൻ ചിരിപ്പൂക്കളായിരുന്നു. ഒരു മനുഷ്യൻ ഇത്രയുള്ളൂ എന്ന് ഒരു അഭിമുഖത്തിൽ നവാസ് പറഞ്ഞു വെച്ചതും അത് തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു, നാളെ എവിടെയാകുമെന്ന് പറയാനാകില്ല. ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യത്തിൽ. ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പോലും എനിക്ക് നിശ്ചയമില്ലെന്നും. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ റൂമിലേക്ക് ഹോട്ടൽ ജീവനക്കാർ എത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം കണ്ടത്. നിലത്ത് ചലനമില്ലാതെ കിടക്കുന്ന നവാസിനെ. വീട്ടിലേക്ക് മടങ്ങുവാനിരിക്കുകയായിരുന്നു നവാസ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ അന്ത്യമുണ്ടായതും. ആർക്കും വിശ്വസിക്കാനാകാത്തത് തന്നെ ഇത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. നവാസിൻ്റെ ഈ അപ്രതീക്ഷിത മരണം മലയാളികളെ ഒന്നടങ്കം തന്നെ കണ്ണീരിലാക്കി. നാടക സിനിമ നടനായിരുന്നെങ്കിലും വലിയ സാമ്പത്തികമൊന്നുമില്ലാതിരുന്ന അബൂബക്കറിൻ്റെ മകൻ തൻ്റെ സങ്കടങ്ങളും മറ്റുള്ളവരുടെ സങ്കടങ്ങളും മറയ്ക്കാൻ കണ്ടെത്തിയ വഴി ഒന്ന് തന്നെയായിരുന്നു ചിരി. മിമിക്രി എന്ന കലാരൂപത്തെ വേദികളിലും സിനിമയിലും ഒരുപോലെ ചിരിപ്പൂവായി വിടർത്തിയ നവാസ് അതിവേഗം എല്ലാവരുടെയും പ്രിയ താരമായി മാറി. കിട്ടുന്ന റോളുകളിലെല്ലാം അദ്ദേഹം തൻ്റെ കയ്യൊപ്പ് ചാർത്തി. ഒടുവിൽ അഭിനയിച്ച ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിലും ഈ അടയാളം മായാതെ ഉണ്ടായിരുന്നു. കലാഭവൻ നവാസിന് ഹൃദയവേദനയോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാത്രി 8:30 നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ചോറ്റാനിക്കരയിൽ പ്രകമ്പനം സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചോറ്റാനിക്കര വൃന്ദാഭവൻ റെസിഡൻസിയിൽ താമസിച്ചു വരികയായിരുന്നു നവാസ്. ലൊക്കേഷനിൽ നിന്ന് 4-ാം തീയതി തിരിച്ചെത്താമെന്ന് പറഞ്ഞാണ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയത് നവാസ്. 8 മണിയോടെ ചെക്കൗട്ട് ചെയ്യുമെന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു. 8:30 കഴിഞ്ഞിട്ടും കാണാത്തതോടെ മുറി തുറന്നു നോക്കുമ്പോഴാണ് കട്ടിലിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടത്. സോപ്പും ടവലും മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കയിൽ ഉണ്ടായിരുന്നു. കുളിക്കുവാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് കരുതുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ആലുവയിലെ വീട്ടിലെത്തിക്കുന്ന മൃതദേഹം വൈകിട്ട് 4 മുതൽ 5:30 വരെ ആലുവ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കരിക്കും. മലയാളികളെ ഒന്നടങ്കം പൊട്ടിച്ചിരിപ്പിച്ച കലാഭവൻ നവാസ് അവസാനം എല്ലാവർക്കും വലിയ വേദന നൽകി തന്നെയാണ് മടങ്ങിയത്. ഇത് കേരളം മുഴുവൻ പറയുന്ന വാക്ക്. സഹിക്കാനാകാത്ത വേദന നൽകി നവാസ് മടങ്ങി. നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് അത് ഉറപ്പില്ല. ഞാനിപ്പോൾ നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്നത് യാതൊരു കാര്യം എനിക്കുണ്ടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ നമ്മൾ. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നാളെ അവിടെ ഉണ്ടാവും അറിയാൻ പറ്റില്ല. ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തും എന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സഹായകരാണ് മനുഷ്യർ. അതിനൊക്കെയുള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തു എന്ന് പറയാം. ബാക്കി ഒന്നും നമ്മുടെ കൺട്രോളില്ല. കാരണം ഇപ്പം നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഞാനിപ്പോൾ നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്നത് യാതൊരു കാര്യം എനിക്കുണ്ടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ നമ്മൾ.